പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പേടിയായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, SPCയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് വളരെ ഫാസ്റ്റ് ആയിട്ട്, വളരെ അഗ്രസീവ് ആയിട്ട് ഇതിനകത്ത് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന. അപ്പൊ ഇതിനകത്ത് ഇത്രയും നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റുകളെല്ലാം മണ്ണിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്തെയും ഏത് വിളയുടെയും മണ്ണിനെ ക്ലിയർ ചെയ്യാനുള്ളതാണെങ്കിൽ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ചെടിയുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. രാസകൃഷി എപ്പോഴും പെർഫോമൻസിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ, ജൈവ കൃഷിയിൽ നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യങ്ങൾ വഴി മണ്ണിന്റെ അടിസ്ഥാനം ശരിയാക്കി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഏത് ചെടിയുടെയും പെർഫോമൻസും പ്രൊഡക്ടിവിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കറിയാം, ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം മണ്ണിന്റെ ഘടകങ്ങളൊക്കെ നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അത്യാവശ്യമുള്ളതെന്നുള്ളത് ആ ചെടിക്ക് വളത്തിനെ വലിച്ചെടുക്കാനായിട്ടുള്ള വേരുണ്ടാവുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ കർഷകർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്, വർഷങ്ങളായിട്ട് എപ്പോഴും ചെയ്യുക, വിളവ് കുറഞ്ഞു കഴിഞ്ഞാൽ വളമിടുക, കീടം വന്നു കഴിഞ്ഞാൽ കീടനാശിനി അടിക്കുക എന്നുള്ളതാണ്. ഇത് പക്ഷെ ശരിയാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ വീട്ടില് 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഒരു ജ്യേഷ്ഠനും ഒരു അനിയനുമാണ്. ഇതിൽ ജ്യേഷ്ഠന് നല്ല വിശപ്പാണ്, നന്നായിട്ട് ഭക്ഷണം കഴിക്കും. ഡെയിലി ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 6 അപ്പമൊക്കെ കഴിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം ഈ ഡെയിലി 6 അപ്പമൊക്കെ കഴിച്ച് ഭയങ്കര ആരോഗ്യവാനായിട്ട് ഭയങ്കര വണ്ണമൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു അനിയനുണ്ട്. അനിയന് തീരെ വിശപ്പേ ഇല്ല, അദ്ദേഹം ഭക്ഷണം കഴിക്കത്തേ ഇല്ല. ഡെയിലി ഒരു 2 അപ്പം കൊടുത്താൽ അതിൽ ഒരപ്പത്തിന്റെ പാതിയൊക്കെ കഴിക്കും. ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ വിശപ്പില്ലാതെ ഈ അനിയന്റെ ആരോഗ്യമൊക്കെ ക്ഷയിച്ച് വളരെ ഒടിഞ്ഞുകൂടി വളഞ്ഞിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ പേരൻസ് എന്ത് തീരുമാനിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, ഈ മെലിഞ്ഞ കുട്ടീനെ ഒന്ന് നന്നാക്കാൻ തീരുമാനിച്ചു. ഇതിനുവേണ്ടി അവർ ചെയ്ത കാര്യം, ഡെയിലി അരയപ്പമല്ല ഈ മെലിഞ്ഞ കുട്ടി കഴിക്കുക. അതിനു വേണ്ടിയിട്ട് ഈ ജ്യേഷ്ഠന്റെ 6 അപ്പത്തിൽ നിന്നൊരു 3 അപ്പം എടുത്ത് എന്ന് ഇവന് കൊടുക്കാൻ തുടങ്ങി. ഡെയിലി 3 അപ്പം ഈ മെലിഞ്ഞ വിശപ്പില്ലാത്ത കുട്ടിക്ക് കൊടുക്കാൻ തുടങ്ങി. ഒരു 6 മാസക്കാലം ഇത് തുടർന്നുകൊണ്ടേയിരുന്നു. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ മെലിഞ്ഞ കുട്ടി ജ്യേഷ്ഠന്റെ 3 അപ്പം വീതം ഡെയിലി കഴിച്ച് വണ്ണം വെച്ചിട്ടുണ്ടാവുമോ? അതോ അവന് വിശപ്പില്ലാത്തത് കൊണ്ട് ഡെയിലി ഈ അരയപ്പം ഒഴികെ ബാക്കി 3.5 അപ്പവും വേസ്റ്റ് ആക്കിയിട്ടുണ്ടാവുമോ? തീർച്ചയായിട്ടും വേസ്റ്റ് ആക്കിയിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ ഒരു 6 മാസം കഴിഞ്ഞാലും ഈ മെലിഞ്ഞ കുട്ടി മെലിഞ്ഞു തന്നെ ഇരിക്കും, അവന് കൊടുത്ത ഭക്ഷണം മുഴുവൻ പാഴായി പോയിട്ടുണ്ടാവും. എന്നാൽ അവിടെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു, അല്ലെ? നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്ന, ഡെയിലി ഒരുപാട് ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യ ആയിട്ടിരുന്ന ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്നും ഡെയിലി 6 അപ്പം കിട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ എന്താക്കി? പകുതിയാക്കി, 3 അപ്പമാക്കി. ഒരു 6 മാസം കഴിയുമ്പോൾ ആ ജ്യേഷ്ഠന്റെ അവസ്ഥ എന്തായിരിക്കും? അവൻ ഇതുപോലെ മെലിഞ്ഞ് ക്ഷീണിച്ച് രോഗം വന്ന് ആകെ അവശനായിട്ടുണ്ടാവും. ഇപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടത്തിൽ നിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും, ഏറ്റവും നന്നായിട്ട് കായ്ഫലം തരുന്ന ചെടിയാണ് ഏറ്റവും ആദ്യം നശിച്ചു പോവുക. മുത്തശ്ശിമാരോടൊക്കെ ചോദിച്ചാൽ പറയും, കഴിഞ്ഞ വർഷം വരെ നന്നായിട്ട് കായ്ഫലം തന്ന തെങ്ങാണ് ഈ വർഷം പോയി എന്ന് പറയും. അപ്പൊ ഇതിന്റെ സയൻസ്? ഏതെങ്കിലും ഒരു തെങ്ങ് അല്ലെങ്കിൽ ഒരു വാഴ ഒരു നല്ല ഫലം നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ചെടി അതിന്റെ ചുവട്ടിൽ നിന്ന് കൂടുതൽ മൂലകങ്ങൾ വലിച്ചെടുത്ത് കൂടുതൽ പ്രൊഡക്റ്റ് നമുക്ക് തന്നു എന്നാണ്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും ഏറ്റവും ആദ്യം മൂലകങ്ങൾ തീർന്നു പോകുന്ന എവിടെയായിരിക്കും? നന്നായിട്ട് കായ്ക്കുന്ന ചെടിയുടെ ചുവട്ടിലായിരിക്കും. അപ്പൊ ആ മൂലകങ്ങൾ തിരിച്ചു കൊടുത്തില്ലെങ്കിലോ ആ ചെടി നശിച്ചു പോകും. അപ്പോ ഏതെങ്കിലും ഒരു ചെടി നല്ല കായ്ഫലം നമുക്ക് തരുന്നുണ്ടെങ്കിൽ ആ ചെടി അതേപടി നിലനിർത്തണമെങ്കിൽ കൂടുതൽ വളം നമ്മൾ ആ ചെടിക്ക് വേണം കൊടുക്കാനായിട്ട്. അപ്പോ ഒരു വളർച്ച കുറഞ്ഞ ചെടിയെ നന്നാക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? സാധാരണ നേരെ തിരിച്ചാണ്, അല്ലെ? നന്നായിട്ട് കായ്ക്കുന്ന ചെടിയെ കാര്യമായിട്ട് മൈൻഡ് ചെയ്യില്ല. ഏതെങ്കിലും ചെടിക്ക് ഇച്ചിരി വളർച്ച കുറവ് തോന്നിയാൽ അതിന് കൂടുതൽ വളം ഇട്ട് കൊടുക്കും. അപ്പൊ ഇത് നമുക്ക് ഈ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വരാം. മെലിഞ്ഞ കുട്ടിയെ നന്നാക്കാൻ എന്ത് ചെയ്യണം? ഇവന് കൂടുതൽ ഭക്ഷണം കൊടുത്താൽ മതിയോ? ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ മുമ്പ് ഇവന് വിശപ്പുണ്ടാക്കണം, അല്ലെ? വിശപ്പില്ലാത്തതുകൊണ്ടല്ലേ ഇവൻ അരയപ്പം മാത്രം കഴിക്കുന്നത്. അപ്പോ ഇവന് വിശപ്പുണ്ടാകാനുള്ള മരുന്ന് കൊടുത്ത് ആദ്യം വിശപ്പ് കൂട്ടിയിട്ട് വേണം ഭക്ഷണം കൊടുക്കാൻ. ഇതുപോലെ തന്നെ ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം വിശപ്പിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു ചെടിക്ക് വളം വലിച്ചെടുക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് അതിന്റെ വേര് പടലമാണ്, അല്ലെ? നമ്മളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും രോഗം ഉണ്ടോ എന്ന് ആദ്യം എവിടെയാ നോക്കുക? നമ്മുടെ നാക്കിലാണ്, അല്ലെ? ഇതുപോലെ ഒരു ചെടിക്ക് എന്ത് ക്ഷീണമുണ്ടെങ്കിലും എന്ത് രോഗം ഉണ്ടെങ്കിലും ആദ്യം നമ്മൾ നോക്കേണ്ടത് ചെടിയുടെ വേരിലാണ്. ഒന്നെങ്കിൽ വേര് നശിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് വളർച്ച കുറവായിരിക്കും, അല്ലെങ്കിൽ അവിടെ മൂലകങ്ങളുടെ കുറവായിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഒരു ചെടിക്ക് വളർച്ചാ കുറവും മൂലകങ്ങളുടെ അഭാവവും ഉണ്ടാകുക. അപ്പൊ നല്ല രീതിയിൽ വേര് വളർച്ച ഉണ്ടെങ്കിൽ ഒരു ചെടിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ നന്നായിട്ട് വളം എടുക്കാൻ സാധിക്കും. അപ്പൊ എപ്പോഴാ വേര് വളരുക? 2 രീതിയിലുള്ള വേരുകളുണ്ട്, അല്ലെ? ഒന്ന് തായ് വേരും ഉണ്ട്, നാര് വേരും ഉണ്ട്.
ഇതിലെ തായ്വേരെന്ന് പറയുന്നത് ചെടിയെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതിനും അതുപോലെ തന്നെ ചെടിക്ക് വെള്ളം വലിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് തായ്വേരുള്ളത്. ഈ നാരുവേര് പടലം, അതായത് ഫൈബ്രസ് റൂട്ട്സ് എന്ന് പറയും. ഈ ഫൈബ്രസ് റൂട്ട്സ് ആണ് മണ്ണിൽ നിന്ന് സൂക്ഷ്മ മൂലകങ്ങളെയും വളത്തിനെയും എല്ലാം ചെടിക്ക് വലിച്ചെടുത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ നാരുവേരുകളുടെ എണ്ണം എത്രത്തോളം പെരുകുന്നു അതനുസരിച്ച് ഒരു ചെടി മാക്സിമം വളം മണ്ണിൽ നിന്ന് എടുക്കുന്നുണ്ടാവും. അപ്പൊ നേരത്തെ പറഞ്ഞ pH തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളൊരു മണ്ണിൽ ശരിയാക്കി, എന്നിട്ട് ഒരു ചെടി മണ്ണിൽ വളരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യമേ ആ ചെടിക്ക് വേര് നന്നായിട്ട് വളരുന്നുണ്ടോ എന്ന് നോക്കണം. വേര് വളരുന്നത് മണ്ണിൽ ഹ്യൂമസ് എന്ന് പറയുന്ന കണ്ടന്റ് കൂടുമ്പോഴാണ്. ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, മണ്ണിലേക്ക് വീഴുന്ന ജൈവ അവശിഷ്ടങ്ങളെ, നേരത്തെ പറഞ്ഞ ഓർഗാനിക് പാർട്ടിക്കിളിനെ മണ്ണിലെ വൈറസും ബാക്ടീരിയ ഒക്കെ ചേർന്നിട്ട് മൈക്രോ കാർബൺ പാർട്ടിക്കിൾ ആയിട്ട് മാറ്റും. വളരെ വലിപ്പം കുറഞ്ഞ സൂക്ഷ്മ രീതിയിലുള്ള കാർബൺ പാർട്ടിക്കിൾ ആയിട്ട് മാറ്റും. ഇതേ പ്രോസസ്സ് ഇച്ചിരൂടെ കഴിഞ്ഞാൽ കൽക്കരിയാകും. അപ്പോൾ കൊടുങ്കാട്ടിൽ നമ്മൾ ഈ വേരിന്റെ പ്രശ്നം വരാത്തത് അവിടെ ഈ തുടർച്ചയായിട്ട് കരിയിലയും ജൈവാംശവും ഒക്കെ വീണ് അവിടുത്തെ മൈക്രോബിയൽ ആക്ടിവിറ്റി എപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റി വന്നതുകൊണ്ട് ഈ സൂക്ഷ്മജീവികളുടെ എണ്ണം കുറഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ pH ഒക്കെ കുറഞ്ഞപ്പോൾ സൂക്ഷ്മജീവികൾ നശിച്ചുപോയി. അതുകൊണ്ട് ഈ ഹ്യൂമസ് കണ്ടന്റ് കുറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹ്യൂമസിനെ പുറത്തു നിന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഹ്യൂമിക് 12+ എന്ന് പറയുന്നത്. ഹ്യൂമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മണ്ണിനടിയിൽ പോയിട്ടുള്ള ജൈവാവശിഷ്ടങ്ങൾ കൽക്കരിയാകുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ലിയോണൈറ്റ് എന്ന് അതിന് പറയാം. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഡെറിവേറ്റ് ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഹ്യൂമിക് എന്ന് പറയുന്നത്. ഇത് ലിക്വിഡ് ഫോമിലായിരിക്കുക. സാധാരണ ഇതിൽ ഹ്യൂമിക് 12+ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കമ്പനികൾ ഹ്യൂമിക് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെല്ലാം കൊടുക്കുന്നത് 6% ഹ്യൂമിക്കാണ്. 6% ഹ്യൂമിക്കാണ്. നമുക്ക് ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 6% ഹ്യൂമിക്ക് 900 രൂപയ്ക്കൊക്കെയാണ് പലരും വിറ്റോണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് കർഷകർക്ക് വേണ്ടിയിട്ട് 12% ഹ്യൂമിക്ക്, അതിന്റെ ഇരട്ടി കോൺസെൻട്രേഷൻ ഉള്ള ഹ്യൂമിക്ക് ഒരു 550 രൂപയ്ക്കുള്ളിൽ കർഷകർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇനി വരുന്ന ലിക്വിഡുകളുടെ എല്ലാം ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലിയാണ് ചേർക്കേണ്ടത്. അത് ഇനി വരുന്ന എല്ലാ ലിക്വിഡുകൾക്കും അതേ ഒരു കോൺസെൻട്രേഷൻ ആണ്. 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി ചേർത്തുക. അപ്പൊ ഇത് കൊടുക്കേണ്ടത് ചെടിയുടെ റൂട്ട് സോണിലാണ്. ഇപ്പോ ഉദാഹരണത്തിന് നമ്മളൊരു പയർ ചെടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു പയർ ചെടി നട്ട് കൃത്യം ഒരു 10-15 ദിവസം ആകുമ്പോഴത്തേക്ക് അതിന് വേര് വളരേണ്ട സമയമാണ്. ആ സമയത്താണ് നമ്മൾ ഹ്യൂമിക് കൊടുക്കേണ്ടത്. അതിനുശേഷവും കൊടുക്കാം. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി മിക്സ് ചെയ്യുക, ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ മണ്ണിലേക്ക് ആവശ്യത്തിന് വേര് വളരാനുള്ള ഹ്യൂമസ് കിട്ടും. ഇത് മൈക്രോ കാർബൺ പാർട്ടിക്കിൾ ആയതുകൊണ്ട് തന്നെ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തെയും ഇത് കാര്യമായിട്ട് ഉദ്ദീപിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 330 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ഒരുപാട് സ്ഥലത്തേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റി ഹ്യൂമിക്ക് നമുക്ക് ഉണ്ട്. അപ്പൊ ഇതാണ് വേര് വളർച്ചയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഹ്യൂമിക്. ഒന്നാമത്തെ പാഠമാണ്. 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലിയാണ് ഇതിന്റെ കോൺസെൻട്രേഷൻ.